പ്രിയപ്പെട്ടവരെ, മണി റെയ്ക്കി എന്നത് റെയ്ക്കി ഊർജ്ജ ചികിത്സയുടെ ഒരു പ്രത്യേക ശാഖയാണ്. സാമ്പത്തിക സമൃദ്ധിയും പണത്തെയും ആകർഷിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ഊർജ്ജ സംവിധാനമാണിത്. സാധാരണ റെയ്ക്കി ശാരീരികവും മാനസികവും വൈകാരികവുമായ രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, മണി റെയ്ക്കി നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജ മണ്ഡലത്തിലെ തടസ്സങ്ങൾ നീക്കാനായി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മിൽ പലർക്കും ഒരു ചിന്ത വന്നിരിക്കാം, എന്തിനാണ് മണി റെയ്ക്കി ചെയ്യുന്നത് എന്ന്. പണം എന്നത് കേവലം കടലാസോ നാണയങ്ങളോ മാത്രമല്ല, അതൊരു ഊർജ്ജ പ്രവാഹം കൂടിയാണ്. നമ്മളിൽ പലർക്കും ഈ പ്രവാഹത്തെ തടയുന്ന ചില ആന്തരിക ബ്ലോക്കുകൾ ഉണ്ടാകാം. എനിക്ക് പണം ലഭിക്കാൻ യോഗ്യതയില്ല, അല്ലെങ്കിൽ പണമുള്ളവർ മോശക്കാരാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ. കടത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, പണം നഷ്ടപ്പെടുമോ എന്ന ഭയം. തലമുറകളായി കൈമാറിവരുന്ന സാമ്പത്തിക തകർച്ചയുടെ ഊർജ്ജം. മണി റെയ്ക്കി ഈ നെഗറ്റീവ് ഊർജ്ജങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ഊർജ്ജത്തെ സമൃദ്ധിയുടെ വൈബ്രേഷനുമായി ട്യൂൺ ചെയ്യുകയും ചെയ്യുന്നു. മണി റെയ്ക്കി പ്രധാനമായും 3 കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ഊർജ്ജ മണ്ഡലത്തിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളും ഭയങ്ങളും സംഭരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി, സാധാരണ റെയ്ക്കി ചിഹ്നങ്ങളും മണി റെയ്ക്കിക്ക് മാത്രമുള്ള പ്രത്യേക ചിഹ്നങ്ങളും ഉപയോഗിച്ച് അവയെ ശുദ്ധീകരിക്കുന്നു. പ്രധാനമായും മൂലാധാര ചക്രത്തിലും സോളാർ പ്ലെക്സിലുമാണ് ശുദ്ധീകരണം നടത്തുന്നത്. പണത്തിന്റെ പ്രവാഹത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാന്തികമായി ആകർഷിക്കാൻ സഹായിക്കുന്ന ഊർജ്ജം. മണി റെയ്ക്കി വഴി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും സാമ്പത്തിക ഉപകരണങ്ങളിലേക്കും ബാങ്ക് അക്കൗണ്ടുകൾ, പഴ്സ്, ബിസിനസ് പ്രവഹിപ്പിക്കുന്നു. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ഇത് മാറ്റുന്നു. പണം ഒരു നല്ലതും ശുദ്ധവുമായ ഊർജ്ജമാണ് എന്നും നിങ്ങൾ അതിന് യോഗ്യനാണ് എന്നും ഉറപ്പിക്കുന്ന ഒരു പോസിറ്റീവ് മനോഭാവം വളർത്താനും മണി റെയ്ക്കി സഹായിക്കുന്നു. സാധാരണ റെയ്ക്കി ചിഹ്നങ്ങൾക്ക് പുറമെ ഡോളർ ചിഹ്നം, ഗോൾഡൻ പിരമിഡ് തുടങ്ങിയ പ്രത്യേക ചിഹ്നങ്ങൾ ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്നു. വ്യക്തിയുടെ സാമ്പത്തിക ബ്ലോക്കുകൾ മാത്രമല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നെഗറ്റീവ് ഊർജ്ജത്തെ ശുദ്ധീകരിക്കാനും ഈ രീതിക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മണി റെയ്ക്കി ഒരു പ്രത്യേക റെയ്ക്കി സമ്പ്രദായമായതിനാൽ, സാധാരണയായി റെയ്ക്കി പരിശീലകരെപ്പോലെ അറ്റ്യൂൺമെന്റ് സ്വീകരിച്ചവർക്കാണ് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത്. മണി റെയ്ക്കി അറ്റ്യൂൺമെന്റ് ലഭിച്ച ഒരാൾക്ക് ഈ ഊർജ്ജത്തെ സ്വയം ചികിത്സയ്ക്കായി ഉപയോഗിക്കാനും ആവശ്യമെങ്കിൽ മറ്റുള്ളവർക്ക് കൈമാറാനും സാധിക്കും. മണി റെയ്ക്കി ടെക്നിക് ചെയ്യുന്നതിനു മുമ്പ് കുറച്ച് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ഇവയൊക്കെയാണ്. ഒരു കറൻസി നോട്ട്, നിങ്ങളുടെ പഴ്സിലോ വീട്ടിലോ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കറൻസി നോട്ട്, അല്ലെങ്കിൽ ഒരു ചെക്ക് ലീഫ്. സിട്രിൻ ക്രിസ്റ്റൽ, ധനം ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്രിസ്റ്റൽ. ക്രിസ്റ്റലുകളെപ്പറ്റിയും അവയുടെ പ്രത്യേകതകളെപ്പറ്റിയും ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ക്രിസ്റ്റലുകളെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. നമുക്ക് പരിശീലനത്തിലേക്ക് കടക്കാം. ശാന്തമായ ഒരിടത്ത് ധ്യാനിച്ചിരിക്കുക. നിങ്ങളുടെ കൈപ്പത്തികൾ മുകളിലേക്ക് വെച്ച് ഒരു വെളുത്ത പ്രകാശഗോളമായി കൈകളിലേക്ക് റെയ്ക്കി ഊർജ്ജം സ്വീകരിക്കുക. മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ ഇപ്പോൾ സാർവത്രിക റെയ്ക്കി ഊർജ്ജത്തെയും പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്നതും ശുദ്ധവുമായ ഊർജ്ജത്തെയും എന്റെ ഈ ലക്ഷ്യത്തിനായി ക്ഷണിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം വ്യക്തമായി നിർവചിക്കുക. ഉദാഹരണത്തിന്, എന്റെ ജോലിയിൽ നിന്ന് എനിക്ക് മാസം തോറും 1,00,000 രൂപ സ്ഥിരമായി ലഭിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ഈ വർഷം $10,000 ലാഭം നേടുന്നു. നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ അടിവയറ്റിന് താഴെ ശ്രദ്ധിക്കുക. സുരക്ഷിതത്വവും സാമ്പത്തിക സ്ഥിരതയുമായി ബന്ധപ്പെട്ട ഊർജ്ജ കേന്ദ്രമാണിത്.
റെയ്ക്കി ഊർജ്ജം ചുവപ്പ് നിറത്തിൽ നിങ്ങളുടെ മൂലാധാരത്തിൽ നിറയ്ക്കുന്നതായി കാണുക. ഇത് ചക്രത്തെ സജീവമാക്കുകയും ഊർജ്ജത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആവർത്തിച്ചു പറയുക: എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ എപ്പോഴും നിറവേറ്റപ്പെടുന്നു. ഞാൻ ഈ ഭൂമിയിൽ സുരക്ഷിതനാണ്. എന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണ്. ഞാൻ സമ്പന്നത എളുപ്പത്തിൽ ആകർഷിക്കുന്നു. എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ എപ്പോഴും നിറവേറ്റപ്പെടുന്നു. ഞാൻ ഈ ഭൂമിയിൽ സുരക്ഷിതനാണ്. എന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണ്. ഞാൻ സമ്പന്നത എളുപ്പത്തിൽ ആകർഷിക്കുന്നു. എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ എപ്പോഴും നിറവേറ്റപ്പെടുന്നു. ഞാൻ ഈ ഭൂമിയിൽ സുരക്ഷിതനാണ്. എന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണ്. ഞാൻ സമ്പന്നത എളുപ്പത്തിൽ ആകർഷിക്കുന്നു. മൂലാധാര ചക്രത്തിലെ ഊർജ്ജം കുറഞ്ഞിരിക്കുന്നതായി തോന്നിയാൽ ചോക്കൂറേ ചിഹ്നം അവിടെ വരച്ച് ഊർജ്ജം നിറയ്ക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത കറൻസി നോട്ട് നിങ്ങളുടെ കയ്യിൽ എടുക്കുക. സെയ് ഹേ കീ ചിഹ്നം ആ നോട്ടിൽ വരയ്ക്കുക. കൈകൊണ്ട് വായുവിൽ വരച്ചാൽ മതി, അല്ലെങ്കിൽ മനസ്സിൽ കാണുക. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെയോ ആ കറൻസി കൈകാര്യം ചെയ്ത മറ്റാരുടെയെങ്കിലുമോ നെഗറ്റീവ് ചിന്തകളും കടങ്ങളെക്കുറിച്ചുള്ള ഭയം, ദാരിദ്ര്യബോധം, ബ്ലോക്കുകളും റെയ്ക്കി എനർജി നീക്കം ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക. നോട്ടിലേക്ക് ഊർജ്ജം പ്രവഹിപ്പിക്കുമ്പോൾ മനസ്സിൽ ആവർത്തിക്കുക: ഈ പണത്തിലെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും നെഗറ്റീവ് ഊർജ്ജങ്ങളും ഇപ്പോൾ നീക്കം ചെയ്യപ്പെടുന്നു. ഇത് ശുദ്ധവും സ്വതന്ത്രവുമാണ്. ഈ പണത്തിലെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും നെഗറ്റീവ് ഊർജ്ജങ്ങളും ഇപ്പോൾ നീക്കം ചെയ്യപ്പെടുന്നു. ഇത് ശുദ്ധവും സ്വതന്ത്രവുമാണ്. ഈ പണത്തിലെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും നെഗറ്റീവ് ഊർജ്ജങ്ങളും ഇപ്പോൾ നീക്കം ചെയ്യപ്പെടുന്നു. ഇത് ശുദ്ധവും സ്വതന്ത്രവുമാണ്. മണി റെയ്ക്കിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചിഹ്നമുണ്ട്: ഗോൾഡൻ പിരമിഡ്. മണി റെയ്ക്കി അറ്റ്യൂൺമെന്റ് ലഭിച്ചവർക്ക് ഈ ചിഹ്നം ഉപയോഗിക്കാം. സാധാരണ റെയ്ക്കി പരിശീലകർ നോട്ടിൽ ചോക്കൂറേ പവർ സിംബൽ വരയ്ക്കുക. തുടർന്ന് ഡായ് കോമ്യോ മാസ്റ്റർ സിംബൽ വരയ്ക്കുക. നോട്ടിനു ചുറ്റും ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശഗോപുരം മനസ്സിൽ കാണുക. കറൻസി നോട്ട് ഒരു ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സിട്രിൻ ക്രിസ്റ്റലിന്റെ അടുത്തായി വെക്കുക. നിങ്ങളുടെ കൈകൾ ബോക്സിന് മുകളിൽ വെച്ച് റെയ്ക്കി ഊർജ്ജം അതിലേക്ക് പ്രവഹിക്കുന്നതായി മനസ്സിൽ ദർശിക്കുക. ഇനി പറയുന്ന സ്ഥിരീകരണ വാക്യങ്ങൾ 3 തവണ ആവർത്തിച്ച് ആ ഊർജ്ജം നോട്ടിലേക്കും പ്രപഞ്ചത്തിലേക്കും പ്രവഹിക്കുന്നതായി കാണുക. എന്റെ ജീവിതത്തിലേക്ക് പണവും സമൃദ്ധിയും എല്ലാ വഴികളിലൂടെയും എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തിന് യോഗ്യനാണ്.
ഞാൻ സമ്പന്നമായ ഒരു ജീവിതം സ്വീകരിക്കുന്നു. എന്റെ സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് പണവും സമൃദ്ധിയും എല്ലാ വഴികളിലൂടെയും എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തിന് യോഗ്യനാണ്. ഞാൻ സമ്പന്നമായ ഒരു ജീവിതം സ്വീകരിക്കുന്നു. എന്റെ സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് പണവും സമൃദ്ധിയും എല്ലാ വഴികളിലൂടെയും എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തിന് യോഗ്യനാണ്. ഞാൻ സമ്പന്നമായ ഒരു ജീവിതം സ്വീകരിക്കുന്നു. എന്റെ സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റെയ്ക്കി ഊർജ്ജ പ്രവാഹം പൂർത്തിയായി എന്ന് തോന്നുമ്പോൾ കൈകൾ മാറ്റി ബോക്സ് അടയ്ക്കുക. ചോ കൂറേ ചിഹ്നം ഒരിക്കൽ കൂടി ബോക്സിന് പുറത്ത് വായുവിൽ വരച്ച് ഊർജ്ജത്തെ സീൽ ചെയ്യുക. ഊർജ്ജം നിങ്ങളുടെ ഓറയിൽ മുദ്രണം ചെയ്യപ്പെടുന്നതായി കാണുക. നിങ്ങളുടെ കൈകൾ ഗഷോ മുദ്രയിൽ, നമസ്കാര മുദ്രയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും സമൃദ്ധിയുടെ ഊർജ്ജം പ്രവഹിപ്പിച്ചതിനും പ്രപഞ്ചത്തോടും റെയ്ക്കി ഊർജ്ജത്തോടും നിങ്ങളുടെ ആത്മീയ സഹായികളോടും ആത്മാർത്ഥമായി നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. ഊർജ്ജം നൽകിയ നോട്ട് നിങ്ങളുടെ പഴ്സിലോ കച്ചവട സ്ഥാപനത്തിലെ കാഷ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വടക്ക്, കിഴക്ക് അല്ലെങ്കിൽ തെക്ക്, കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രത്യേക പെട്ടിയിലോ മണി റെയ്ക്കി ബോക്സ് മാത്രം സൂക്ഷിക്കുക. ഈ കറൻസി നോട്ട് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഒരിടത്ത് വെക്കുക. ഒരു കാരണവശാലും ഈ ചാർജ് ചെയ്ത നോട്ട് ചെലവഴിക്കരുത്. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ നോട്ട് കാണുകയോ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ കൈകൾ വെച്ചിരുന്നത്, ഉദാഹരണത്തിന് പണവുമായി ബന്ധപ്പെട്ട ചിഹ്നം വരച്ച പേപ്പറിൽ, മണി ബോക്സിൽ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ, അവിടെ നിന്ന് സാവധാനം കൈകൾ മാറ്റുക. മനസ്സിൽ ഈ ചികിത്സ ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്ന് ദൃഢമായി പറയുക. മണി റെയ്ക്കിയിലൂടെ ലഭിച്ച സാമ്പത്തിക സമൃദ്ധിയും പണത്തോടുള്ള നല്ല ബന്ധവും ജീവിതത്തിൽ നിലനിൽക്കാനായി ഒരു നല്ല വാക്യം മനസ്സിൽ ഉറപ്പിക്കുക. പണത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് അഫർമേഷനുകൾ തുടർന്നും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തോട് കൃതജ്ഞതയുള്ളവനാണ്. ഉദാഹരണത്തിന്, എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തോട് കൃതജ്ഞതയുള്ളവനാണ്. ഉദാഹരണത്തിന്, എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തോട് കൃതജ്ഞതയുള്ളവനാണ്. നിങ്ങളുടെ കാലുകൾ തറയിൽ ഉറപ്പിച്ചുവെച്ച് കുറച്ചു സമയം ദീർഘമായി ശ്വാസമെടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് ഊർജം ശരീരത്തിൽ ഉറയ്ക്കാൻ സഹായിക്കും. ആവശ്യമെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളം സാവധാനം കുടിച്ച് സെഷൻ പൂർണ്ണമായി അവസാനിപ്പിക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത മണി റേക്കി ചടങ്ങ് ഊർജ്ജപരമായ മാറ്റങ്ങൾ പൂർണ്ണമായി സ്ഥാപിക്കാനായി തുടർച്ചയായി 21 ദിവസം മുടങ്ങാതെ ആവർത്തിക്കുക. 21 ദിവസത്തെ സൈക്കിളിന് ശേഷം എല്ലാ മാസത്തെയും പൗർണമിക്കോ അല്ലെങ്കിൽ പുതിയ ചന്ദ്രപ്പിറവിക്കോ വീണ്ടും ഊർജം നൽകുന്നത് അതിന്റെ ശക്തി നിലനിർത്താൻ സഹായിക്കും. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.